ആമയിടഞ്ചാൻ തൊട്ടിൽ ശുചീകരണത്തിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിനുള്ള വീട് ഉടൻ കൈമാറും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും നഗരസഭയും ചേർന്നാണ് വീട് നിർമ്മിച്ചത്. വിവരങ്ങളുമായി മനസ മനോജ് ചേരുകയാണ്. മനസ, ജോയിയുടെ കുടുംബത്തിന് ഏറെ സന്തോഷകരമായ ഒരു കാര്യം, ആ സ്വപ്നം ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇടത്താണ് മനസയുള്ളത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും സിദ്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖത്തിലും ആ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ഒരുക്കിയത് എന്നുള്ളതാണ്. ഈ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഒരു നിവൃത്തിയുമില്ലാതെ തുടർ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പോലും അറിയാത്ത ഒരു അമ്മയായിരുന്നു ജോയിയുടെ അമ്മ എന്ന് പറയുന്നത്. ജോയിയുടെ അമ്മയ്ക്കായി തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ചേർന്നൊരുക്കിയ വീടാണ് ഈ കാണുന്നത്. അല്പസമയത്തിനകം ഈ വീടിൻ്റെ താക്കോൽ ദാനം മന്ത്രി MP രാജേഷ് അമ്മയ്ക്ക് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി ഉടൻ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ ജോയിയുടെ അമ്മ മെൽഗി നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലൊരു സഹായം നൽകിയ സർക്കാരിനും അതോടൊപ്പം തന്നെ നഗരസഭയ്ക്കും ഏറെ നന്ദി അറിയിച്ചുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ താക്കോൽ കൈമാറുന്ന ചടങ്ങും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനായി എല്ലാ ആളുകളും തന്നെ, ഈ നാട്ടിലുള്ള ആളുകളൊക്കെയും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേയർ അല്പസമയത്തിന് മുൻപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മന്ത്രി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരിപാടി ഉടൻ ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും മൃതദേഹം ആണ് കണ്ടെത്താൻ സാധിച്ചത്. പിന്നാലെ യാതൊരു നിവൃത്തിയുമില്ലാതെയാണ് കുടുംബം കഴിയുന്നത്. അതായത് ഏക അത്താണിയായ മകൻ ജോയിയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തിക്കിടെ മരണമടയുന്നത്. പിന്നാലെ ആ അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ ഒരുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി മന്ത്രിസഭാ യോഗത്തിൽ 10 ലക്ഷം രൂപ അനുവദിക്കുകയും അത് കൈമാറുകയും ചെയ്തു. പിന്നീടാണ് തിരുവനന്തപുരം നഗരസഭ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. വീടില്ലാത്ത ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമെന്ന 5 സെന്റ് ഭൂമിയിലാണ് വീട് വെച്ച് നൽകിയത്. ഏതായാലും 7 മാസം കൊണ്ടാണ് ഈ വീടിൻ്റെ പൂർത്തീകരണം നടന്നത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മാർച്ച് 27-നായിരുന്നു മന്ത്രി MP രാജേഷ് ഈ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അതിന് പിന്നാലെ 4 മാസം കൊണ്ട് പൂർത്തീകരിക്കണം, എന്നിട്ട് കൈമാറണം എന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ വീട് പണിയായതിനാൽ തന്നെ 7 മാസം എടുത്ത് 7 മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആ അമ്മയ്ക്ക് ഉടൻ അല്പസമയത്തിനകം തന്നെ വീടിൻ്റെ താക്കോൽ കൈമാറും എന്ന് തന്നെയാണ് അറിയുന്നത്. മന്ത്രി ഉടൻ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിന്ധൂരി. ശരി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തിക്കിടെയാണ് ജോയി മരണപ്പെട്ടത്. ജോയിയുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു സർക്കാർ. ജോയിയുടെ അമ്മയ്ക്കായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം അധികം താമസിയാതെ തന്നെ ആ വീടിനോട് ചേർന്നുള്ള ഇടത്ത് നടക്കും. മന്ത്രി MP രാജേഷാണ് താക്കോൽ കൈമാറുന്നത്.